സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രഥമ കോഴിക്കോട് ജില്ലാ സമ്മേളനം 2009 ജനുവരി 10 കോഴിക്കോട് വെച്ച് നടക്കുകയും സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ സ്വഭാവത്തിലുള്ള സമ്മേളനങ്ങളും പ്രചരണ പരിപാടികളും ജനകീയമായ വിഷയങ്ങളിലുള്ള ചർച്ചകളും സോളിഡാരിറ്റി സംഘടിപ്പിച്ചു വരികയാണ്. അതിലേറ്റവും സുപ്രധാനമായ ഒരു പരിപാടിയാണ് ഇന്ന് രാവിലെ മുതൽ ഈ ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസന ഭൂപടത്തിലെ മലബാർ എന്ന വിഷയത്തിൽ ചർച്ചയും ശില്പശാലയും സമര സമ്മേളനവുമാണ് വളരെ സുപ്രധാനമായ ഒരു പരിപാടി എന്ന നിലയിൽ ഈ ദിവസം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ 45% ഭൂവിഭാഗവും അത്ര തന്നെ ജനസംഖ്യയുമുള്ള 6 ജില്ലകളെയാണ് സാമാന്യമായി മലബാർ എന്ന് നമ്മൾ വ്യവഹരിക്കാറ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മലബാറിൻ്റെ വികസനത്തെക്കുറിച്ചും കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തരം മലബാർ നേടിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ശക്തമായ ഒരു വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ കഴിഞ്ഞ 10-60 വർഷമായി വികസന പ്രക്രിയയിൽ കേരളത്തിൽ വളരെ പിന്നാക്കമായിരുന്നു ഈ 6 ജില്ലകളും എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ പശ്ചാത്തല വികസനം തുടങ്ങിയ ഏത് മേഖലയെ എടുത്തു പരിശോധിച്ചാലും ഈ പിന്നോക്കാവസ്ഥയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്നുവരുന്ന ശില്പശാലയിൽ 5 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. പ്രബന്ധകാരന്മാർ വളരെ ശക്തമായി കൃത്യമായ ഡാറ്റകൾ വെച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ പിന്നോക്കാവസ്ഥയുടെ ഉദാഹരണങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യശസ്സാർന്ന അധ്യായം തുന്നിച്ചേർത്ത ഭൂപ്രദേശമാണ് മലബാറിൻ്റേത് എന്ന് നമുക്കറിയാം. മലബാർ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുകൊച്ചിയുടെ വികസന പ്രക്രിയയിൽ നിന്ന് വല്ലതും എടുത്തു തന്നുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയല്ല സോളിഡാരിറ്റി ഉയർത്തുന്നത്. മറിച്ച് സന്തുലിതമായ വികസനത്തിലൂടെ നമ്മുടെ സംസ്ഥാനം മുന്നോട്ടു പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് മലബാറിലെ 6 ജില്ലകളും എന്ന് നമുക്കറിയാം. ആദിവാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് ജനത താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ചരിത്രപരമായി തന്നെ പിന്തള്ളപ്പെട്ട ഒരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടമാണ് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുകയാണ്. ഈ പോരാട്ടത്തെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ആദ്യ പടി എന്ന നിലക്ക് വിഷയം സമഗ്രമായി പഠന വിധേയമാക്കുവാനും കേരളത്തിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകരുടെ മുമ്പിൽ ഈ വിഷയത്തിന്റെ ഗൗരവം അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് ശില്പശാലയും സമരപ്രഖ്യാപന സമ്മേളനവും സോളിഡാരിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ സമരപ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഒ അബ്ദുറഹ്മാൻ സാഹിബ് അവറുകളാണ്. ഈ കേരളത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ മാധ്യമം എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ സാഹിബിനെ സോളിഡാരിറ്റിക്ക് വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരപ്രഖ്യാപന സമ്മേളനത്തിൽ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ മുഴുവൻ വ്യക്തിത്വങ്ങളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ എ. സുജനപാൽ നമുക്കെല്ലാം സുപരിചിതനാണ്. കോഴിക്കോട് സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ്. നിയമസഭയിലും മറ്റുമൊക്കെ പല സന്ദർഭത്തിൽ നിയമസഭയിൽ എത്തിച്ചേരുകയും മുൻ മന്ത്രിയുമായ ബഹുമാന്യനായ എ. സുജനപാൽ തിരക്കുകൾക്കിടയിലും നമ്മളെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സന്തോഷപൂർവ്വം അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ
അദ്ദേഹം ടൗണിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രാവിലെ മുതൽ നമ്മുടെ ശില്പശാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. SIOവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബൂ സാഹിബ് നമ്മുടെ ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിന്റെ പിന്നോക്കാവസ്ഥയെ സജീവമായി ചർച്ചയിൽ കൊണ്ടുവരുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ വളരെ ആധികാരികമായി തന്നെ ഈ വിഷയത്തിൽ പല നടപടികളും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാൻ SIOവിന് സാധിച്ചിട്ടുണ്ട്. SIOവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബൂ സാഹിബിനെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമിതി അംഗം ഡോക്ടർ K മുഹമ്മദ് നജീബ് ഈ പരിപാടിയിൽ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPIMന്റെ ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ നമ്മുടെ ഈ പരിപാടിയിൽ സംസാരിക്കുവാൻ ഇവിടെ എത്തിച്ചേരും. ടൗണിൽ തന്നെ അദ്ദേഹമുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജൻ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ MLA PMA സലാം സാഹിബ് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. വളരെ അത്യാവശ്യമായ ഒരു കാരണത്താൽ അദ്ദേഹം ചെന്നൈയിലാണ് ഉള്ളത്. NYLന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ അസീസിനെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സോളിഡാരിറ്റിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് S കമറുദ്ദീൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഏവർക്കും സോളിഡാരിറ്റിയുടെ അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നാനാജാതി മതസ്ഥർ താമസിക്കുന്ന ഒട്ടുവളരെ ഭാഷകൾ സംസാരിക്കുന്ന വംശീയമായി തന്നെ വൈവിധ്യങ്ങൾ പുലർത്തുന്ന ഇന്ത്യ രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ദേശീയോദ്ഗ്രഥത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ വൈവിധ്യങ്ങളെയൊക്കെ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിച്ച് അവയെ വൈരുദ്ധ്യങ്ങളായി കാണാതെ ഒരു രാഷ്ട്രം, ഒരു ജനത എന്ന ഉറച്ച സങ്കല്പത്തോടുകൂടി നീങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഈ രാജ്യത്തിനെന്നല്ല ഈ സമൂഹത്തിനും നിലനിൽപ്പില്ല. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഒട്ടേറെ രാജ്യങ്ങൾക്ക് അവയുടെ സ്വാതന്ത്ര്യം നഷ്ടമായിട്ടുണ്ട്. ചിലതെങ്കിലും ഒരു രാഷ്ട്രവും ജനതയുമായി നിലനിൽക്കുന്നോ എന്ന കാര്യം പോലും സംശയാസ്പദമാണ്. നമ്മോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ അയൽപക്കത്തെ പാകിസ്ഥാൻ ഇത് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ശക്തിപ്പെട്ടു വരുന്ന വംശീയ പ്രാദേശികതാവാദമാണ്. എൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഇവിടെ ഓർത്തുപോകും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഗൾഫ് നാട്ടിൽ ഒരു താൽക്കാലിക ജോലി ഏർപ്പെട്ടിരിക്കെ ആ കമ്പനിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ വലിയ വിഭാഗം പാകിസ്ഥാൻകാരാണ്. അവർക്കിടയിൽ നിന്നും പ്രശ്നങ്ങളാണ്. ഒരു ദിവസം പ്രശ്നം മൂർച്ഛിച്ച് അടിപിടിയിൽ കലാശിച്ചപ്പോൾ എൻ്റെ അടുത്ത് പരാതിയുമായി വന്നു. ഞാനിതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു പാകിസ്ഥാൻകാരന് മാത്രമേ കഴിയൂ. അയാളെ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കുകയല്ലാതെ വഴിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പാകിസ്ഥാൻകാരാണ്. അല്ല, നിങ്ങളൊരാൾ പഞ്ചാബിയാണ്, മറ്റേയാൾ സിന്ധിയാണ്, മൂന്നാമത്തെ ആൾ പഠാനാണ്, നാലാമത്തെ ആൾ ബലൂച്ചിയാണ്. പാകിസ്ഥാൻകാരനെ നിങ്ങളെ കൂട്ടി കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരവുമില്ല എന്ന് ഞാൻ സ്വല്പം പരിഹാസത്തോടുകൂടി തന്നെ പറഞ്ഞു. പിന്നെ അതൊരു ഇഷ്യൂ ആയി വേറെ നിലയിൽ പോയി എന്നത് മറ്റൊരു കാര്യമാണ്. ഈ ഒരവസ്ഥയിലേക്ക് ഏത് രാജ്യം എത്തിയാലും ആ രാജ്യത്തിന് സന്തുലിതമായ പുരോഗതി സാധ്യമല്ല, വികസനം സാധ്യമല്ല എന്നൊക്കെ പിന്നെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഇന്ത്യ രാജ്യത്തും അതുപോലെയുള്ള പ്രവണതകളിൽ നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് ശക്തി പ്രാപിച്ചിരിക്കും.
മഹാരാഷ്ട്രയിൽ നമ്മൾ കാണും ഉത്തരേന്ത്യക്കാർക്കെതിരായിട്ട് മറാത്തവാദ ദേശീയത വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുക. അതും ഒരാശയ സമരത്തിലൂടെയല്ല, ബലപ്രയോഗത്തിലൂടെയാണ്. നേരത്തെ അത് ദക്ഷിണേന്ത്യക്കാർക്കെതിരായിട്ട് ആരംഭിച്ചതായിരുന്നു. അങ്ങനെയാണ് ശിവസേന എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത് തന്നെ. പിന്നെ അത് വർഗീയ സ്വഭാവത്തോടു കൂടി മാറി. ഇപ്പോഴതാ മാറിയിരിക്കുന്നത് ഏതാണ്ടൊരു വംശീയ സ്വഭാവത്തിലേക്കാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിന് പോലും അതിലിടപെട്ട് ഒരു തൃപ്തികരമായ പരിഹാരത്തിലെത്തിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കും. മനുഷ്യരെ പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലുന്ന ആ സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ എത്തുകയും. ഇതിനൊക്കെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ ആ പ്രദേശം അവഗണനയെ നേരിടുന്നു. മഹാരാഷ്ട്രയുടെ അല്ലെങ്കിൽ മുംബൈ എന്ന് പറയുന്ന മഹാനഗരത്തിന്റെ പുരോഗതി അത് മറാഠികൾക്ക് ലഭിക്കുന്നില്ല, അത് മറ്റാരോ തട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് മറ്റുള്ള പ്രചാരണങ്ങൾ നടക്കും. ശരിയുടെ അംശങ്ങൾ ഒരുപക്ഷെ കാണുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു വാദം നമ്മെ എവിടെ എത്തിക്കില്ലെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രാജ്യമായി നിലനിൽക്കാനുള്ളതായ നമ്മുടെ അർഹതയെ പോലും അത് ശക്തമായിട്ട് അത് പിന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ആ അർത്ഥത്തിലല്ല നമ്മൾ ഈ മലബാറിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും മലബാറിന് പ്രശ്നങ്ങളുണ്ട് എന്ന് കാണാതിരിക്കാൻ വയ്യ. അതിന് ഉദാഹരണങ്ങൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ചർച്ചകളിൽ ശില്പശാലയിൽ വന്നിട്ടുണ്ടാവും. എന്നെ മുമ്പാകെ ഇരിക്കുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ അതിൽ പങ്കെടുത്തവരുമായിരിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലൊന്നും കൂടുതൽ കിടക്കുന്നു. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, മലബാർ പിന്നാക്കാവസ്ഥയിലാണ്. അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട്. മലബാറിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം തിരുവിതാംകൂറോ കൊച്ചിയോ ആണെന്ന് പറഞ്ഞാൽ ശരിയാവണമെന്നില്ല. ചരിത്രപരമായ കാരണങ്ങളാലും സാമൂഹികമായ കാരണങ്ങളാലും ആണ്. ഉദാഹരണത്തിന് മലബാറിലെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം പിന്നോക്ക സമുദായങ്ങളും അതുപോലെ പട്ടികജാതി പട്ടികവർഗങ്ങളിൽപ്പെട്ടവരുമൊക്കെയാണ്. അവർ പിന്നോക്കമാവാൻ അതിന് ചില കാരണങ്ങളുണ്ടായി. വളരെ വിശേഷിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടനെതിരായിട്ട് പോരാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് നമുക്കറിയാം. പോർച്ചുഗീസുകാരുടെ കാലം മുതൽക്കേ വിദേശ ശക്തികൾക്കെതിരായി പൊരുതി വന്നവരാണ് മുസ്ലിങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലത്തും അത് തുടർന്നു. അതിനെപ്പറ്റിയൊക്കെ എന്തെല്ലാം വിവാദങ്ങളുണ്ടെങ്കിലും ശരി, ബ്രിട്ടീഷുകാരോട് പൊരുത്തപ്പെട്ടു പോകാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിൽ ശരിയും തെറ്റുമൊക്കെ പല രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസവും അവന്റെ ഭാഷയും വരെ ഉൾക്കൊള്ളാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കാറില്ല. അതിന്റെ ഫലമായിട്ട് ആ സമുദായം പിന്നോക്കം പോയി എന്ന് മാത്രമല്ല, അതങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ശ്രമിക്കുകയും ചെയ്തു നമ്മൾ കാണും. അങ്ങനെയുള്ള സമുദായത്തിന് മലബാറിൽ നിർണായകമായ ശക്തിയും, അതായത് ജനസംഖ്യാപരമായിട്ടുള്ള സ്ഥിതി അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗങ്ങളിൽപ്പെട്ടതായ ആളുകൾ ജാതിപരമായ കാരണങ്ങളാലും മറ്റും സാമൂഹികമായ കാരണങ്ങളാലും നിരന്തരമായിട്ട് അവർ അവഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ജീവിതത്തിന്റെ പുറംപോക്കുകളിലാണ് കഴിഞ്ഞു വന്നത്. പിന്നീട് സംവരണത്തിനെയും മറ്റും ആനുകൂല്യങ്ങൾ കൊണ്ട് കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായും മുഖ്യധാരയിലേക്ക് ഈ SC വിഭാഗങ്ങളൊക്കെ എത്തി എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയും. ഇനി മുന്നോക്ക ജാതികൾ എന്ന പേരിലോ പറയപ്പെടുന്നവരാണെങ്കിൽ പോലും മൊത്തമായി കേരളത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു സ്ഥിതി, ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം പോലും യഥാർത്ഥ അർത്ഥത്തിലുള്ള ഒരു ഐക്യ കേരളമായി തീരാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത്. പറയുമ്പോൾ ഐക്യ കേരളം എന്നാണ് പറയുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അതിന്റെ ഭാഗമായിട്ട് മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നുകൊണ്ടുള്ള മലയാളം സംസാരിക്കുന്ന ഒരു സംസ്ഥാനം ഉണ്ടായി എന്നുള്ള കാര്യം. പക്ഷെ ആ സംസ്ഥാനം മുന്നോട്ട് പോയ ഇതുവരെയുള്ള അവസ്ഥ എടുത്ത് നോക്കിയാൽ ചില സമുദായങ്ങളും ചില മേഖലകളും ഗുരുതരമായ വിധത്തിൽ അവഗണിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന അവസ്ഥയും. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിന് ഇന്ന് വരെയുള്ളതായ ചീഫ് സെക്രട്ടറിമാർ എടുത്തു നോക്കിയാൽ മലബാർ റീജിയനിൽ നിന്നുള്ളതായ എത്ര പേര് അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കട്ടെ. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് തിരുവിതാംകൂറും കൊച്ചിക്കാരും എടുത്തുകൊണ്ടുപോയതായിരിക്കില്ല. വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതുകൊണ്ട് സംഭവിച്ചതാവാം. പക്ഷെ അങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ മലബാർ മേഖലയിൽ നിന്നുണ്ടായ ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ഭരിക്കുമ്പോൾ പോലും ഈ പ്രാദേശികമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണും. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം, അത് തന്നെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു പ്രശ്നമാണ്, ഒരറ്റത്താണ് കിടക്കുന്നത്. അതുകൊണ്ടെന്താ പ്രത്യേകിച്ച് പ്രശ്നം വാഹനങ്ങളിലൂടെ അവിടെ എത്തിപ്പെടാം എന്ന ഒരു ലളിതവൽക്കരണത്തിലൂടെ പ്രശ്നം കണ്ടെത്തും. കാണേണ്ടത് പല കാര്യങ്ങളും ഇവിടെ അറിയാതെ തന്നെ പോകുന്നു. പല ഡിപ്പാർട്ട്മെന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ PSC നിയമനങ്ങളല്ല നടക്കുന്നത്, താൽക്കാലിക നിയമനങ്ങളാണ്.
ഈ താൽക്കാലിക നിയമനങ്ങൾ പിന്നെ സ്ഥിരപ്പെടുത്തുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ മഹാഭൂരിപക്ഷവും തിരുവനന്തപുരം ജില്ലക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ കുറുക്ക് വഴിക്കും പിൻവാതിലൂടെതായ നിയമനങ്ങൾ അതിന് കാരണമായി തീരും. ശരിയാർത്ഥത്തിൽ മെറിറ്റ് അടിസ്ഥാന PSCയുടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംവരണം പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇതിങ്ങനെ വരാൻ പാടില്ല. പക്ഷെ അത് നിരന്തരമായിട്ട് ആ വശം അവഗണിക്കപ്പെടുകയാണ്. ആര് ഭരിക്കുമ്പോൾ UDF എന്നോ LDF എന്നോ ആ വിഷയത്തിൽ വ്യത്യാസമില്ല എന്ന് നമ്മൾ കാണും. അതുപോലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ സാധാരണ പറയാം. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മലബാറിൽ ഇനി എന്തെങ്കിലും ഒരു പ്രക്ഷോഭമോ പ്രതിഷേധമോ ഇതിനെതിരായിട്ട് ഉണ്ടായാൽ തന്നെ അതൊന്നും അവിടെ തിരുവനന്തപുരത്ത് അറിയാറില്ല. ഇവരൊന്നും അറിയാറില്ല എന്ന് പറഞ്ഞാൽ അറിയേണ്ട വിധത്തിൽ അറിയാറില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ സംഭവം പ്രഥമ പരിഗണന എന്തൊക്കെ പറഞ്ഞാലും തിരുവിതാംകൂറിനും ഇത് കൊച്ചിക്കൊക്കെ കിട്ടിപ്പോകുന്നു. പിന്നീടാണ് മലബാറിന് എന്തെങ്കിലും കിട്ടുന്നത് എന്ന അവസ്ഥ നിലനിൽക്കുക. പാലോളി മുഹമ്മദ് കുട്ടി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിട്ടുള്ള ഒരു സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചു. ഞാനും അതിലൊരു അംഗമായി. അതിന്റെ പല സിറ്റിങ്ങുകളും എല്ലാ ജില്ലകളിലും ഏതാണ്ട് അതിന്റെ സിറ്റിങ്ങുകൾ നടന്നു. അതിന് പുറമെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അതിലൊക്കെ ഈ വശങ്ങൾ വസ്തുതാപരമായി തന്നെ വരികയുണ്ടായി. അതിന്റെ ഫലമായിട്ട് കമ്മിറ്റി ശുപാർശകൾ പ്രത്യേകമായി പറയുന്നുണ്ട്, മലബാർ മേഖലയിൽ ഏറ്റവും ചുരുങ്ങിയത് പുതിയ സ്കൂളുകൾ അനുവദിക്കണം, എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലും അനുവദിക്കണം. എവിടെയൊക്കെ പിന്നാക്കാവസ്ഥയുണ്ടോ ഏത് ജില്ലകളാണെങ്കിലും ശരി അതിൽ മറ്റ് പരിഗണന മാറ്റിവെച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരുന്നത് വരെ അത് അനുവദിക്കണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി. SLC പരീക്ഷ പാസ്സാവുന്നവരുടെ എണ്ണം മലബാർ മേഖലയിൽ ഭാഗ്യവശാൽ ഇപ്പോൾ വളരെ കൂടിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ അടക്കം അവരുടെ അനുവാദം തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ആ കുട്ടികളിൽ മഹാഭൂരിപക്ഷത്തിനെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും വലിയൊരു ഭാഗത്തിന് തുടർ പഠനം അസാധ്യമായി തീരുകയാണ്. നേരാവഴിക്കുള്ള തുടർ പഠനം അസാധ്യമായി തീരുകയാണ്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറികളുടെ എണ്ണം കുറവാണ്. ഹയർ സെക്കൻഡറികൾ അനുവദിച്ചപ്പോൾ തന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നു. കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെയുള്ളതായ പല സ്കൂളുകളിലും കുട്ടികളെ തിരയുമ്പോൾ അവസരത്തിൽ ഇവിടെ നിലവിലുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പാലോളി കമ്മിറ്റിയുടെ ശുപാർശകളിലുണ്ട്. പക്ഷേ ഈ പാർശ്വവും അതിന് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ശേഷം വന്ന വിദ്യാഭ്യാസ വർഷത്തിലും അതിന്റെ പരിഹാരം ഉണ്ടായില്ല. പിന്നെ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളുകളിൽ സീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ വരും. അതിനുള്ള യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ പരമാവധി 50 വിദ്യാർത്ഥികൾക്കാണ് ഒരു ക്ലാസ് ഡിവിഷനിൽ ഇരിക്കാവുന്നത്. അത് 50, 60, 70 ആക്കി കഴിഞ്ഞാൽ ഒരു പൊതുയോഗം നടത്തുന്ന അവസ്ഥയുണ്ടാകും. ഒരിക്കലും അത് ക്ലാസ്സായി മാറില്ല. ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇത്തരമുള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. അപ്പോ സാമ്പത്തിക ബാധ്യതയുടെ പേരിലാണെങ്കിലും ശരി ഇതിനൊക്കെ അവഗണിക്കുന്നു എന്നുള്ളത് ഒരു തുടർക്കഥയായി മാറുകയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റൊരു മേഖലയ്ക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഉയർന്ന വിദ്യാഭ്യാസ രംഗത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെറുതെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അവിടെ പലപ്പോഴും തോന്നാറുള്ളത് അവിടെ വിദ്യാഭ്യാസമല്ലാത്തതൊക്കെ നടക്കുന്നുണ്ട് എന്നാണ്. അത്രയും ദയനീയമാണ് നമ്മുടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസ്ഥ. ഗവേഷണ പഠനം കാര്യക്ഷമമായി നടക്കുന്നില്ല. നേരെ മര്യാദയ്ക്ക് പരീക്ഷ എഴുതിയതായ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നേരെ കിട്ടാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൈയാളേണ്ട ജില്ലകളുടെ എണ്ണം വളരെ കൂടുതൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞ ശേഷവും അവസ്ഥ ഇതാണ്. അതിന്റെ കീഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വിശാലമായ സാമ്രാജ്യമായി ഇപ്പോഴും നിൽക്കുക. അപ്പോൾ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ വന്നുകൊണ്ട് ഒരു കാര്യത്തിലൂടെ പരിഹരിക്കാൻ കഴിയും. അതിന്റെ ഭരണം മെച്ചപ്പെടുത്തേണ്ട കാര്യമൊക്കെ വേറെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിലൊന്നും നമ്മുടെ ശ്രദ്ധ പതിയാതെ, നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധ പതിയാതെ, നമ്മുടെ ഭാഷീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധ പതിയാതെ പോകുന്നു എന്നുള്ളത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന സെക്ഷൻ ഉള്ളത് നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള വെറ്ററിനറി സെക്ഷനിലാണ് എന്ന് കണക്കിൽ കാണിക്കുന്നു. അതുൾപ്പെടെയുള്ള ഒരു വലിയ സാമ്രാജ്യമാണ് ഈ പറഞ്ഞത്. പക്ഷേ അവിടെ പല അസൗകര്യങ്ങളും ഇപ്പോഴും തുടരുന്നു. സാങ്കേതികമായും അല്ലാതെയുമുള്ള പ്രശ്നങ്ങൾ നടുവിലൂടെയാണ് മെഡിക്കൽ കോളേജ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മെച്ചപ്പെടുത്താനായി അതിന് ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പദവി നൽകിയാൽ അത് തീർച്ചയായും മെച്ചപ്പെടുമായിരുന്നു. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടേയില്ല. ഏറ്റവും ഒടുവിൽ അങ്ങനെ തൃശ്ശൂർ ഒരു യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതും തൃശ്ശൂരിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നല്ലാതെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് യാതൊരു പരിഗണനയും ലഭിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ്. തൃശ്ശൂരിനോടുള്ള യാതൊരു വിരോധവുമല്ല. പക്ഷേ തീർച്ചയായിട്ടും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് അതിന് അർഹതയുണ്ടായി. പക്ഷെ അത് പരിഗണിക്കപ്പെടുകയുണ്ടായില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശബ്ദമുയർത്തുന്നത്. നല്ല കാര്യം നടക്കുമെങ്കിൽ നടക്കട്ടെ. പക്ഷേ കോഴിക്കോട്ട് എന്നോ ഇത് വരേണ്ടതായിരുന്നു. കേരള ഹൈക്കോടതിയുടെ ബെഞ്ച് കോഴിക്കോട് സ്ഥാപിക്കപ്പെടേണ്ടതായിരുന്നു. അതിനുവേണ്ടി ശബ്ദം പോലും ഉയർന്നില്ല. നമ്മുടെ ബാർ അസോസിയേഷൻ പോലും അതിന് ശക്തമായിട്ടൊന്നും വേണ്ടി ശബ്ദമുയർത്തുന്നത് കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിനോട് സംഭവിക്കുന്നത് എന്ത്?
കാസർഗോഡ് മുതൽക്കുള്ളതായ മലബാർ ജില്ലകളിൽ ഗവൺമെന്റ് കക്ഷിയായിട്ടുള്ള മുഴുവൻ കേസുകളിലെയും ആളുകൾക്ക് ഇനി തിരുവനന്തപുരത്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ പോയാൽ മതി, ആ അവസ്ഥ മാറിയിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ടതായ സ്ഥിതി വരും. ഒരു ഭാഗത്ത് കക്ഷി ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് കക്ഷിയായിട്ടുള്ള എല്ലാ കേസുകൾക്കും പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുകയല്ലാതെ യാതൊരു രക്ഷയില്ലാത്ത അവസ്ഥ പോകുന്നു എന്നുള്ളതല്ല, ഈ കേസുകൾക്കൊക്കെ വേണ്ടി കെട്ടിക്കിടക്കുന്നതിന്റെ ദുര്യോഗം അത് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര രീതിയുന്നത്. ചുരുക്കത്തിൽ ആ വിഷയത്തിലും നമ്മൾ അവഗണന നേടുന്നു എന്നുള്ള വസ്തുതയാണ്. കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം അടക്കമുണ്ട്. അവിടെ ഇനിയും കണ്ടെയ്നർ ഫാക്ടറി വരാൻ പോകുന്നു, വല്ലർപ്പാടത്ത് സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നു. കൊച്ചി വികസിക്കേണ്ട നല്ല കാര്യം. കോഴിക്കോട്ട് എന്താ വരുന്നത്? പണ്ടുണ്ടായിരുന്നത് ആകെക്കൂടി പറയാനുണ്ടായിരുന്നത് കല്ലായിലെ ഒരു മര വ്യവസായമാണ്, അത് ഏഷ്യയിലെ ഏറ്റവും വലുതാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവിടെ ചെന്ന് നോക്കിയാൽ നിത്യവും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കല്ലായി, പണ്ട് അവിടെ മരം ഉണ്ടായിരുന്നു എന്ന് ഗവേഷണം നടത്തി തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതൊരു പക്ഷേ സ്വാഭാവികമായി ഇത് സംഭവിച്ചതാവും. പക്ഷെ അതിന് പകരമായിട്ട് ഒന്നും വരുന്നില്ലെന്നുള്ളതാണ്. ആകെക്കൂടി മലബാറിൽ എടുത്തു പറയാവുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, ഗ്രാസിമൈൽ ഗോൾഡ് റാൻസ്. അത് പൂട്ടി പല കാരണങ്ങൾ. പൂട്ടിയതിനു ശേഷം ആ സ്ഥലം വെറുതെ 400 ചില്ലാന ഏക്കർ ഭൂമി വെറുതെ കിടക്കുന്നു. അവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റ് ഏറ്റവും ആ നാട്ടുകാരൻ തന്നെയായ വ്യവസായ മന്ത്രി ശ്രീ എളമനങ്കരിയും അവിടെ തീർച്ചയായിട്ടും ബദൽ ഒരു നല്ല വ്യവസായശാലയോ അതുപോലെയുള്ളതോ വരാൻ പോകുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായി. പക്ഷെ നടക്കുന്നില്ല, അങ്ങനെ സംഭവമില്ല. ആയിരക്കണക്കിൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാമായിരുന്ന ആ സാധ്യത ഒരിക്കലും അത് ഉപയോഗപ്പെടുത്താതെ വെറുതെ കിടക്കുന്നു നമ്മൾ കാണും. ഇങ്ങനെ നോക്കിയാൽ ഏത് മേഖലയിലും മലബാർ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഫറൂഖിലെ ഓട് വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്നതല്ല, ഒട്ടുമിക്കത് പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പരമ്പരാഗതമായി ട്രഡീഷണൽ ആയിട്ട് നമുക്കുണ്ടായിരുന്ന വ്യവസായങ്ങളുടെ മിക്കവാറും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും വരുന്നു. ആകെ കൂടി വരാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു സ്വപ്നനഗരി എന്ന് പറയുന്ന പേരിൽ ഒന്നാണ്. അത് വന്നാൽ ടൂറിസം ഒരു പരിധിവരെ വികസിക്കുമായിരിക്കും. അത് പറയുന്ന മാതിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ ഇല്ലേ അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേ അവസരത്തിൽ റെയിൽവേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഏറ്റവും മൗലികമായ ഒരു ആവശ്യമായി മാറിയിട്ടുണ്ട്. കണമാനം ഈ ബസ്സിന്റെ കൂലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ എന്നാൽ തന്നെയുള്ള അസൗകര്യങ്ങൾ, റോഡ് ഗതാഗതം വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ റെയിൽവേയുടെ വികസനമാണ് ആകെ കൂടി പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യം. പക്ഷേ റെയിൽവേ വികസിക്കുന്നില്ല, മലബാർ മേഖല വിശേഷം വികസിക്കുന്നില്ല എന്നുള്ളത് ഓരോ റെയിൽവേ ബജറ്റ് വരുമ്പോൾ നമ്മൾ ബഹളം വെച്ച് മതിയാക്കുന്നു, പിന്നീടൊന്നും സംഭവിക്കാതെ പോവുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേക്ക് വേണ്ടിയുള്ള സർവേ എങ്കിലും നടത്തേണ്ടതായി. സോളിഡാരിറ്റി അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്തി നോക്കി. പക്ഷേ ആ വിഷയത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ റെയിൽവേ ബജറ്റിൽ പോലും അതിനൊരു നീക്കിയിരിപ്പുമില്ല, ഒരു സർവേ നടത്താൻ വേണ്ടിയുള്ള നീക്കിയിരിപ്പ് പോലുമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ എന്ന് കഴിഞ്ഞാൽ മലബാറിനെ നമുക്ക് കർണാടകയുമായി ബന്ധിപ്പിക്കാനും മറ്റ് പല രീതിയിലും റെയിൽ ഗതാഗത പ്രശ്നത്തിന് മാത്രമല്ല ചരക്കുകളുടെ കടത്തിനും എല്ലാം സൗകര്യമായി. പക്ഷെ ആ രീതിയിലുള്ളതായ ചലനങ്ങൾ നടക്കുന്നു. കുറ്റിപ്പുറം ഗുരുവായൂർ റെയിൽവേയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പക്ഷെ എത്രയോ കാലമായി കേൾക്കാൻ തുടങ്ങിയെന്നല്ലാതെ സംഭവം നടക്കുന്നില്ല. ഇങ്ങനെ ജീവിതത്തിന്റെ വികസനത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലും മലബാർ വളരെ സാവധാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകുന്നു. ഇനിയൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല, എന്നാൽ വളരെ സാവകാശത്തിൽ മാത്രമേ പോകുന്നുള്ളൂ. ഇതിനെന്താണ് പരിഹാരം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവാം. ഞാൻ എന്റേതായ വിഷയത്തിൽ പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന മുഴുവൻ ആളുകളും എനിക്ക് ശേഷമായതുകൊണ്ട് എന്നെ തിരുത്താൻ അവസരമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിൽ ചില മേഖലകൾ അവികസിതമായി നിരന്തരമായി തുടർന്നാൽ അതിന് സാധാരണഗതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു പരിഹാരമുണ്ട്. അതെന്താണ്? അത് യു.പിയിൽ ഉത്തരാഖണ്ഡ് എന്ന പേരിൽ വേറൊരു സംസ്ഥാനം ഉണ്ടാക്കി, മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡ് ഉണ്ടായി, ബീഹാറിൽ ജാർഖണ്ഡ് ഉണ്ടായി, മഹാരാഷ്ട്രയിൽ വിദർഭയ്ക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം അതിന് രൂക്ഷമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്രയിൽ തെലങ്കാന വരുന്നത് സമയത്തിന് മാത്രം പ്രശ്നമാണ്. ഇതുകൊണ്ടൊന്നും ഇന്ത്യ രാജ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അമേരിക്കയെ പോലെയുള്ള ഇതിനേക്കാൾ പകുതി വരുന്നതായ ഇത് വരില്ല, 1/3 മാത്രം. അങ്ങനെയുള്ളതായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങൾ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ മാത്രം 956 സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് മലബാർ ഒരു സ്വതന്ത്ര സംസ്ഥാനമായി മാറുകയല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോഴേക്ക് ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗമൊക്കെ ഉണ്ട്. രണ്ടാമത്തെ പിള്ള ഞാനായി എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് വേദാറൊന്നുമില്ല. അത്യാവശ്യം സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ബാക്കി കാലം ജയിലിൽ കിടക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് തിരുവിതാംകൂറിനോ കൊച്ചിക്കോ എതിരായിട്ടുള്ള ഒന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വികസിക്കാനുള്ള എല്ലാം അവിടെ വീണ്ടും ഉണ്ടാവും. മലബാർ പ്രത്യേകമായി ഈ പ്രശ്നമായി വരണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ പറയാല്ല. പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും പറയില്ല, പേടിച്ചിട്ട്. ഇത്ര ഭീരുക്കളെ ദൈവം തമ്പുരാൻ വേറെ പഠിച്ചിട്ട്
ഇതിന് ശേഷം വരാൻ പോകുന്ന സുജന കവാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് എന്നെ തീർച്ചയായിട്ടും മറുപടി പറയാൻ അവസരമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അത് പറഞ്ഞാൽ കോൺഗ്രസിനെ അതെങ്ങനെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് ഭയപ്പെടാം. ഇവിടെ മാത്രം കേന്ദ്രീകരിക്കപ്പെടാവുന്ന പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ബാധിച്ചാൽ പക്ഷെ വേറെ പലതും ഭയപ്പെടേണ്ടതുണ്ട്. പണ്ടൊരു മലപ്പുറം ജില്ല ചോദിച്ചു കുടുങ്ങിയതാണ്, നമുക്കറിയാം. അതിന് പോലും കളർ കൊടുത്തത് എന്താ? മലപ്പുറം ജില്ല കോഴിക്കോട് വിഭജിച്ചുകൊണ്ട് മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായും വികസനത്തിന് മാത്രം മാനവാനുണ്ടായിരുന്നു. US ഗവൺമെന്റ് ആണ് അതുണ്ടാക്കിയത്. അന്ന് പോലും അതിന് നൽകപ്പെട്ടതായ ഭരണം എന്തായാലും അതിന്റെ പേര് പറഞ്ഞാൽ കോലാഹലം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അനുഭവം വെച്ചുകൊണ്ട് പക്ഷേ മുസ്ലിം ലീഗ് പാട്ടും CPM പോലും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. വളരെ ധീരമായിട്ട് ഈ പ്രശ്നം നേരിടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് CPM. പക്ഷെ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നത് എനിക്കറിയില്ല. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളെ കാത്തിരിക്കാത്ത ഈ രാഷ്ട്രീയക്കാരുണ്ടായിക്കോട്ടെ, ഈ മലബാർ മേഖലയിലെ രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റേ ചേംബർ ഓഫ് കൊമേഴ്സിലാണ് എല്ലാം ചേർന്നുകൊണ്ട് മൊത്തം ഇന്ത്യ രാജ്യത്ത് ഇനി അടിയന്തരമായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കൂടി നിശ്ചയിക്കേണ്ട സമയമായിരുന്നു. അതൊരു മലബാർ രാജ്യത്ത് മാത്രമല്ല, പലയിടത്തും നേരത്തെ പറഞ്ഞ പോലെയുള്ള ആവശ്യങ്ങൾ ഉയരുകയാണ്. അപ്പൊ ഏതെല്ലാം ഒരൊറ്റ വികസനപരമായ കാഴ്ചപ്പാടിനെ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. വിഭാഗീയമോ വംശീയമോ വർഗീയമമായ കാഴ്ചപ്പാടുകളെ കാണാൻ പാടില്ല. നേരെ മറിച്ച് അവികസിതമായ പ്രദേശങ്ങളെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ അവർക്ക് പ്രത്യേകമായിട്ടൊരു ഫണ്ടും പ്രത്യേകമായ ബജറ്റും ഉണ്ടാവണമെങ്കിൽ ഈ ചില തോതിൽ ഇനി ആ പ്രശ്നത്തിൽ പരിഹരിക്കാൻ കഴിയില്ല. വളരെ അസന്തുലിതമായ രണ്ട് മേഖലകളെ കൂട്ടിക്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മഹാബുദ്ധമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് ഒരു പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതിന്റെ കാര്യം ആലോചിക്കുന്നു. ബംഗാളിലെ പ്രശ്നം വന്നു, അവിടുത്തെ ഗൂർഖാലാൻഡിന് വേണ്ടി അത് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് പ്രത്യേകമായ പരിഗണനയും പ്രത്യേകമായ അതോറിറ്റികളെല്ലാം നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ നടന്നു. ഇവിടെ മലബാറിന് വേണ്ടി ആ തരത്തിലുള്ള യാതൊരു പരിഗണനയും ലഭിച്ചില്ലാത്തതുകൊണ്ട് ഈ വിഷയത്തിൽ എത്രത്തോളം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് പരിശോധിക്കണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ പ്രശ്നവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യത്തെ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇതിനൊരിക്കലും സാമുദായികമോ വിഭാഗീയമോ ജാതീയമായ ഒരു കളവുമില്ല. ഇതിനെ തീർത്തും സാമൂഹികവും വികസനത്തിന്റെതുമായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണണം. എന്നിട്ട് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകൾക്ക് വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, വ്യാവസായിക മേഖലയിൽ മറ്റ് ഇന്ത്യയിലെ മേഖലകളൊപ്പം മുന്നോട്ട് പോകാനുള്ളതായ സാഹചര്യങ്ങളും ഒരുങ്ങണം. അതിലെല്ലാ വിഭാഗങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി മലബാറിന്റെ സാംസ്കാരിക ചരിത്രം പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മലബാറിന്റെ വികസനത്തിൽ നിരവധി സമുദായങ്ങളുടെ മഹത്തായ സംഭാവനയുണ്ടായിട്ടുണ്ട്. മലബാറിന്റെ വികസനത്തിൽ മാത്രമല്ല, മലയാള ഭാഷയുടെ വികസനത്തിൽ പോലും പല മിഷണറിമാരുടെയും സംഭാവന ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലുള്ള നിരവധി സംഘടനകളുടെ സംഭാവനയുണ്ടായിട്ടുണ്ട്. മലബാറിന്റെ വിദ്യാഭ്യാസ രംഗം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ ബാസൽ മിഷൻ എന്ന ഒരു സംഘടന, ജർമ്മൻ മിഷണറിമാരാണ്. അവർ തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു. അവരാണ് വാസ്തവത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതിനൊക്കെ പല പശ്ചാത്തലവും ഉണ്ടായിരിക്കാൻ മതി. പക്ഷെ അതെല്ലാം ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ മഹത്തായ സംഭാവന അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ നേതൃത്വം. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം മലബാറിന്റെ പ്രശ്നങ്ങളെ പ്രാദേശികമായി ഞാൻ കാണുന്നില്ല. മലബാറിനുള്ള അവഗണനക്കെതിരെ നമുക്ക് ശബ്ദമുയർത്താം. അതില് ഏറ്റവും
പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതും രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ അധികാരത്തിൽ വന്ന സമയത്ത് ഞാനൊരു സ്വയം വിമർശനത്തോടുകൂടി തന്നെ പറയുകയാണ്, മലബാറിനോട് പലപ്പോഴും പല മാറി വന്ന കേരളത്തിലെ വിവിധ ഗവൺമെന്റുകൾ അവഗണന കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വികസനത്തെ സംബന്ധിച്ചിടത്തോളം അത് അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ പിന്നോക്കമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പല പ്രശ്നങ്ങൾക്കും വഴിതെളിയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലബാർ ഒരു പ്രത്യേക സംസ്ഥാനമായി രൂപം കൊള്ളണം എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതുപോലുള്ള നിരവധി മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഛത്തീസ്ഗഡിന്റെ കാര്യത്തിലായാലും അതുപോലുള്ള പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലായാലും അത് രൂപീകരിച്ചെങ്കിൽ പോലും അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇന്ന് വരെ പരിഹരിച്ചിട്ടില്ല. ഇപ്പൊ ഗൂർഖാലാൻഡിന്റെ കാര്യം അതൊരു തീവ്രവാദ പ്രസ്ഥാനമായി മാറുകയാണ് ചെയ്തത്. ഇപ്പൊ ആസാമിലെ പ്രശ്നങ്ങൾ, തെലങ്കാന പ്രശ്നങ്ങൾ, തെലങ്കാനയിൽ പിന്നോക്കാവസ്ഥ ഉണ്ടായിരിക്കാൻ മതി, പക്ഷെ അത് ആദ്യം ഉയർന്നു വന്നത് പിന്നോക്കാവസ്ഥയുടെ പേരിലാണെങ്കിലും അതൊരു വിഘടനവാദത്തിലേക്ക് നയിച്ച പ്രസ്ഥാനമായി മാറിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ സംസ്ഥാന രൂപീകരണം എന്നുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ അതാണ് അതിന്റെ ഉത്തരം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ പാകിസ്ഥാൻ രൂപീകരണത്തെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. പാകിസ്ഥാൻ രൂപീകരണത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പല ദേശീയ നേതാക്കന്മാരും അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്നത് ഒട്ടും ഗുണകരമല്ല എന്ന്. ഏതാണ്ട് അതാണ് അവിടെ സംഭവിച്ചത്. പാകിസ്ഥാനിലെ അവസ്ഥ എന്താണെന്ന് അബ്ദുള്ള സാഹിബ് എന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അതൊരു ഉത്തരമായിരുന്നില്ല. അപ്പൊ പ്രാദേശിക വികാരം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മലബാറിലെ വികസന പ്രശ്നം അത് ഒരു വിഘടന പ്രവണതയിലേക്ക് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വാദത്തെ അനുകരിക്കാതെ വികസനത്തിന്റെ കാര്യത്തിൽ യോജിച്ച മുന്നേറ്റമുണ്ടാകണം. അപ്പൊ മലബാറിൽ ഞാൻ 10 വർഷക്കാലം MLA ആയിരുന്നു. പക്ഷേ പലപ്പോഴും മലബാറിന്റെ കോഴിക്കോടിന്റെ വികസന കാര്യത്തിൽ തന്നെ പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുള്ള പ്രധാന കാരണം ബ്യൂറോക്രസിയുടെ പങ്കുണ്ട്. അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വയം വിമർശനത്തോടുകൂടി പറയാം. ഇവിടെ കേരളത്തിൽ നിന്ന് പല മുഖ്യമന്ത്രിമാരും മലബാറിൽ നിന്ന് പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നും മലബാറിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷെ പടിപടിയായി ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. മെഡിക്കൽ കോളേജ് വന്നു, ഇവിടെ യൂണിവേഴ്സിറ്റി വന്നു. പക്ഷെ വേഗത പോരാ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ആസൂത്രണത്തിൽ വേഗത പോരാ. അതാണ് വാസ്തവത്തിൽ മലബാറിന്റെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത്. മറ്റൊരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, തിരുവിതാംകൂർ രൂപീകരിച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റിലെ ഭരണം നടത്തിയത് മിക്കവാറും തിരുവനന്തപുരത്തുകാർ തന്നെയാണ്. അതും ഒരു തടസ്സമായി വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇതിന് മലബാറിന്റെ പിന്നോക്കാവസ്ഥക്കൊരു കാരണമാണ്.
അപ്പൊ ഞാൻ പറയാ, ഇന്നിപ്പോ ഈ അടുത്ത ദിവസം നമ്മൾ മഴ പെയ്ത സമയത്ത്, ഞാൻ ഈ 10 വർഷക്കാലം MLA ആയ സമയത്ത് ഞാൻ ഈ PWD എഞ്ചിനീയർമാരോട് ചോദിച്ചാ, ഇത്രയേറെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ച ഈ കാലഘട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ പെയ്യുന്ന മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതിനിപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ ചരിത്ര പശ്ചാത്തലം എടുത്ത് നോക്കിയ സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. ഇപ്പൊ കനോലിക്കലാണ് കനോളി സാഹിബ് മലബാർ കലക്ടറാകുന്ന കാലത്തുണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞ് ലോകൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മലബാറിന്റെ സമഗ്രമായ ചരിത്ര പശ്ചാത്തലം, ഭാവി ഒക്കെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം മലബാർ മാനുവൽ എന്നൊരു ഗ്രന്ഥം എഴുതിയത്. ഓരോ ഗ്രാമത്തിന്റെ ചരിത്രം വരെയുണ്ട്, ഓരോ സമുദായങ്ങളുടെ ചരിത്രം വരെയുണ്ട്. ആ ലോകൻ അന്ന് എഴുതി വച്ചതാ ഇത് ഈ കനോളിക്കനാലിന് ആഴം പോരാ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? 100, 150, 200 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും നമ്മളിപ്പോഴും അനുഭവിക്കുന്ന ഈ വെള്ളം ഒഴുകിപ്പോകാത്തതിന്റെ പ്രശ്നം ഈ കനോളിക്കനാലിന് ആവശ്യമായിട്ടുള്ള ആഴമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനൊക്കെ വേണ്ടി എല്ലാ കൊല്ലവും കുറെ ഫണ്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നു, ഇത് നടപ്പാക്കുന്നു. ആ വികസനത്തിൽ ഒരു 20% മാത്രമേ അവിടെ എത്തുന്നുള്ളൂ, ബാക്കി 80% ഒഴുകിപ്പോവുകയാണ്. ഇത് മലബാറിന്റെ മാത്രം സവിശേഷതയല്ല, മൊത്തം വികസനത്തിന്റെ പ്രശ്നങ്ങളാണ്. പ്ലാനിങ്ങിൽ, ആസൂത്രണത്തിന് നമുക്ക് പ്രയോറിറ്റി വേണം. അതിനും നമുക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയേറെ വികസിച്ച ഒരു കാലഘട്ടമാണ്. ജവഹർലാൽ നെഹ്റു രൂപീകരിച്ച പഞ്ചവത്സര പദ്ധതിയുടെ പ്രസക്തി പോലും ഇന്ന് നഷ്ടപ്പെട്ടൊരു കാലഘട്ടമാണ്. 5 വർഷം ചെയ്യാനുള്ള കാര്യം 5 മാസം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയും സംവിധാനവും നമുക്കുണ്ട്. പക്ഷെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം നടത്താൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഞാനത് സ്വയം വിമർശനം എന്ന് പറയുന്നത് വേണ്ടത്ര സാധിച്ചിട്ടില്ല. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. ഞാനതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നോക്കാവസ്ഥക്ക് ഉള്ള കാരണം, കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം, ഈ വികസനത്തെ ബാധിച്ച പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കായി ഇത് മാറാൻ ഉദ്ദേശിക്കുന്നില്ല, അത് മാറാനും പാടില്ല എന്നുള്ളതാണ്. നമുക്ക് യോജിച്ചുകൊണ്ട് മലബാറിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമഗ്രമായിട്ടുള്ള, ഇപ്പൊ ഇവിടെ നടന്ന ചർച്ചകൾ വളരെ ഫലപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കാലത്തൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഗഹനമായ പഠനം പലരും നടത്തിയിട്ടില്ല. ഇപ്പൊ സോളിഡാരിറ്റി ഇതിന് മുൻകൈയെടുത്തു. ഇതുപോലുള്ള സംഘടനകൾ എല്ലാവരും മുൻകൈയെടുക്കണം. രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചില മുദ്രാവാക്യങ്ങൾ വിളിക്കുക എന്നല്ലാതെ അതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ടി സമഗ്രമായ പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മലബാറിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രൂപീകരണത്തിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്നത് ഒരു മലബാർ ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കാം. ആ അതോറിറ്റി ഇതിനെക്കുറിച്ച് പഠനം നടത്തണം. ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെക്കുന്ന സമയത്ത് ഓരോ ജനസംഖ്യ അനുപാതത്തിലുള്ള ആവശ്യമായിട്ടുള്ള ഫണ്ട് വിതരണമുണ്ടാകണം. അതുപോലെ ആസൂത്രണത്തിൽ ആവശ്യമായിട്ടുള്ള വേഗത, ഇതിന്റെയൊക്കെ അഭാവമാണ് വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. മലബാറിന്റെ അവഗണനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റൊരു കാര്യം പറഞ്ഞത്, നാഷണൽ ഹൈവേ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അടുത്ത കാലത്ത് മാത്രമാണല്ലോ നാഷണൽ ഹൈവേ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ, എറണാകുളം കഴിഞ്ഞാൽ പിന്നെയുള്ളത് നാഷണൽ ഹൈവേ എന്ന് പറയാൻ പറ്റില്ല.
നാഷണൽ ഹൈവേയുടെ പദ്ധതി, ഞാൻ ആസൂത്രണത്തിലുള്ള ഒരു അപാകത ഞാൻ പറയാം. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് പിന്നെ കോട്ടൂളി ആ ഭാഗങ്ങളിലുള്ള എക്വസിഷൻ നടപടികൾ നടന്നത്. അത് കഴിഞ്ഞ് 91 MLA ആയ സമയത്ത് നിയമസഭയിൽ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ള സബ്മിഷൻ ഉണ്ട്, ഈ കാലിക്കറ്റ് ബൈപ്പാസിന്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കണമെന്ന്. എന്നിട്ടും അത് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ അടുത്ത കാലത്താണ് നമ്മുടെ പൊറ്റമ്മൽ വരെയുള്ള ഭാഗം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോഴെന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ, അന്നത് പ്ലാൻ ചെയ്ത സമയത്ത് അത് വലിയ വീതി കൂടിയ റോഡാണ് എന്നാണ് പറഞ്ഞത്. ഇന്നത് വളരെ ചെറുതായിരിക്കുന്നു. വിദൂര കാഴ്ചപ്പാട് ആ കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ വാഹനങ്ങളുടെ ഗതാഗതം വർദ്ധിച്ചതോടുകൂടി ഇന്നത് വളരെ ചെറിയ ഒരു ദേശീയപാതയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഇത് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും മാത്രം വിചാരിച്ചാൽ പോരാ, മലബാർ മേഖലയിലെ ഒരു ജനകീയ മുന്നേറ്റം അനിവാര്യമാണ്. ആ കാര്യത്തിൽ ഇവിടെ സോളിഡാരിറ്റി നടത്തുന്ന ഈ സമര പ്രഖ്യാപനം, അതിന്റെ വിശാല അർത്ഥത്തിൽ അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഘടനാത്മകമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാത്ത രൂപത്തിൽ യഥാർത്ഥ വികസനം, യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കണം. മലബാറിന്റെ വികസനത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. വളരെ അടുത്ത കാലത്താണ് ടൂറിസം ഇവിടെ വന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളം തന്നെ ഇന്ന് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. പരിസ്ഥിതി പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു, മലബാറിനെയും ബാധിച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാനും വിദൂര കാഴ്ചപ്പാടോടുകൂടി ആസൂത്രണം നടത്താനും നമുക്ക് വേണ്ടത്ര സാധിച്ചിട്ടില്ല. അപ്പൊ അതിന് സാധിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവും സാമൂഹ്യ സാംസ്കാരിക സമുദായ സംഘടനകളും എല്ലാവരും യോജിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം, അതാണ് അനിവാര്യമായിട്ടുള്ളത്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം അവഗണനയുണ്ട് എന്ന ആ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെ ആ അവഗണനയ്ക്ക് എതിരെയുള്ള ശബ്ദം അത് മറ്റ് പരിഗണനകളിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സോളിഡാരിറ്റി നടത്തുന്ന ഈ മലബാർ വികസനത്തിന്റെ സന്ദേശം അത് വളരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സോളിഡാരിറ്റി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു വിഘടനാത്മകമായ പ്രസ്ഥാനമായി അതിനെ കാണാതെ ആത്മാർത്ഥമായ വികസന ലക്ഷ്യമാണ് എങ്കിൽ തീർച്ചയായും എന്റെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ പിന്തുണ കൂടി ഈ പ്രസ്ഥാനത്തിനുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയനായ ഉദ്ഘാടകൻ ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ബഹുമാന്യരായ അതിഥികളെ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാവിലെ 10:15 മുതൽ വികസന ഭൂപടത്തിലെ മലബാർ എന്ന തലക്കെട്ടിൽ ചർച്ചകൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന ചർച്ചയിൽ എന്തുകൊണ്ട് മലബാർ മേഖല പിന്നോക്കമായി എന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നിടത്ത് വ്യത്യസ്തമായ അഭിപ്രായ ഗതികളുണ്ടായെങ്കിലും ഈ മേഖലയിലെ പിന്നോക്കാവസ്ഥ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കണക്കുകളുടെ പിൻബലത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഈ മേഖലയിലെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മേഖലയിലെ വികസന അവസ്ഥയെ സംബന്ധിച്ച് ഒരു പഠനം സെഗ്രിഗേറ്റഡ് സ്റ്റഡീസ് എന്ന അർത്ഥത്തിൽ വ്യത്യസ്ത ആംഗിളുകളിലൂടെ ഒരു പഠനം നടന്നിട്ടില്ല എന്നതായിരുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ചർച്ചകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു പഠന മേഖല കുറെ കൂടി വികസിപ്പിക്കുകയും വികസിപ്പിച്ചുകൊണ്ട് ഇത് നേരത്തെ ബഹുമാന്യനായ സുജനവാൾ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിലെ കേരളത്തിലെ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സംഘടനകളുടെയും മുന്നിലെ ഒരു രൂപരേഖയെ ഒരു അജണ്ടയായി ഞങ്ങൾ സമർപ്പിക്കും. കാലാകാലങ്ങളിലായി ഇലക്ഷൻ സന്ദർഭങ്ങളിൽ നമ്മെ അഭിമുഖീകരിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറന്നുപോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഇനി മലബാറിൽ പ്രസക്തിയില്ല എന്ന് തെളിയിക്കുന്ന വിധം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും രൂപത്തിൽ ജനങ്ങളോടും രാഷ്ട്രീയ നേതൃത്വത്തോടും സംവദിക്കും. ഈ രാഷ്ട്രീയ രേഖ ഇത് കേവലമായ രാഷ്ട്രീയമല്ല, പാർട്ടി പൊളിറ്റിക്സ് അല്ല, ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ രേഖ മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്നാണ് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതുവരെയും ഈ മേഖലയുടെ അവസ്ഥ എന്താണ് എന്ന് പോലും അറിയാൻ കഴിയാതിരുന്ന ഭരണകൂടം തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ചില കമ്മീഷനുകളെ നിയമിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കമ്മീഷനുകൾ ധാരാളം നിയമിക്കപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ ഔദ്യോഗികമായി തന്നെ പഠനത്തിന് സൗകര്യങ്ങൾ ഉണ്ടാകണം, സന്ദർഭങ്ങൾ ഉണ്ടാകണം. മാത്രമല്ല ഭരണപരമായി ചില സംവിധാനങ്ങൾ ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുണ്ടാകേണ്ടതുണ്ട്. അത് അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് തന്നെ വേണമോ, അതോ നേരത്തെ ഇവിടെ പ്രബന്ധാകാരൻ സൂചിപ്പിച്ചതുപോലെ 3 ജില്ലകളുടെ ജനസംഖ്യ കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്ന മലപ്പുറം ജില്ലയെ മറ്റൊരു ജില്ലയായി വിഭജിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ല പോലെയുള്ള ജില്ലയിൽ വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരുന്ന പുതിയൊരു താലൂക്ക് എന്ന ആവശ്യങ്ങൾ പോലെ ഭരണരംഗത്ത് വ്യത്യസ്തമായ രൂപത്തിൽ ചില പൊളിച്ചെഴുത്തുകൾ, ചില ക്രമീകരണങ്ങൾ തീർച്ചയായും വികസനത്തിന്റെ കാര്യത്തിൽ ആവശ്യമുണ്ട്. വ്യക്തമായ ചില നടപടിക്രമങ്ങളോടുകൂടി മലബാർ മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒരു വികസന പാക്കേജ് അവതരിപ്പിക്കേണ്ടതുണ്ട്. ചരിത്രപരമായും സാമൂഹികപരമായും ഇതാവശ്യപ്പെടാനുള്ള കാരണങ്ങളുണ്ട്, ആവശ്യപ്പെടാനുള്ള പ്രസക്തിയുണ്ട് എന്നാണ് ഇന്ന് രാവിലെ മുതൽ നടന്ന ചർച്ച നമ്മെ ബോധ്യപ്പെടുത്തിയത്. സാമൂഹികമായി പിന്നോക്ക ജാതികൾ, ദളിതുകൾ, പിന്നോക്ക ജനസമൂഹങ്ങൾ ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു മേഖല എന്ന അർത്ഥത്തിൽ ചരിത്രപരമായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും കേവലമായ ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ വികസന ഭൂപടത്തിൽ തങ്ങളുടെ മേഖല ഉയർത്തുന്നതിന് പകരം ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു സമൂഹമാണ്. പോർച്ചുഗീസുകാരുടെ വരവ് ഈ മേഖലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായോ ഇല്ലേ എന്നതിനപ്പുറം പോർച്ചുഗീസുകാരുടെ വരവ് മുതൽ പോരാട്ടത്തിന്റെ ചരിത്രം രചിച്ചിരുന്നു എന്നത് ഡോക്ടർ എം ഗംഗാധരൻ മുതൽ ഇവിടെ സമ്മതിച്ചതാണ്. പോർച്ചുഗീസുകാരുടെ വരവാണോ ഇതിന് കാരണം അല്ലേ എന്ന ഒരു സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പക്ഷേ ഇവിടെയുള്ള ജനസമൂഹം അന്നു മുതൽ നടത്തിയ പോരാട്ടം, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നടത്തിയ പോരാട്ടം, യഥാർത്ഥത്തിൽ ആ പോരാട്ടം ഇപ്പോൾ, ആ പോരാട്ട വീര്യം ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും നമ്മുടെ ജനതയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന്, ഈ ജനസമൂഹത്തിന് അങ്ങനെ ഒരു കരുത്തുണ്ട് എന്ന്
എന്നത് പരീക്ഷിക്കപ്പെടാതെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് ഭരണകൂടം ഇത്തരമൊരു പ്രശ്നത്തോട് അഭിമുഖീകരിക്കുന്നത് എന്നതിൽ നിന്നാണ് ഇതൊരു വിഭജനവാദത്തിന് കാരണമാകുമോ ഇല്ലേ എന്നതിന് മറുപടി പറയേണ്ടി വരുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ പോലും വിഭജനവാദങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ജനതയുടെ കാരണമല്ല, കുറ്റം പറയേണ്ടത് അവരെയല്ല. അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അഡ്രസ് ചെയ്തത് എന്നതാണ് അതിന് കാരണം. മലബാർ വിഭജനത്തിന്റെ മണി മുഴങ്ങുന്നു എന്ന് സംശയമുള്ളവർ യഥാർത്ഥത്തിൽ അത് വ്യത്യസ്തമായി നടപടിക്രമങ്ങളോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്തുലിതമായ ഒരു വികസനം എന്ന സങ്കല്പത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം ആരംഭിക്കേണ്ടതാണ്. ഇവിടെയുള്ള മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ, ഒരു അജണ്ടയുമില്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ മലബാറിന്റെ വികസനം അവരുടെ അജണ്ടയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അവരുടെ ചർച്ചയിൽ അത് വരേണ്ടതുണ്ട്. കേവലമായ ചില പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ രാഷ്ട്രീയ കക്ഷികൾ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങളൊരു യാത്ര വരുമ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഒരു മുഖ്യധാരാ കക്ഷിയുടെ പൊതുയോഗം നടക്കുകയാണ്. ഞങ്ങളവിടെ അല്പനേരം ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഇറങ്ങിയിരുന്നു. അവരുടെ നിസ്സാരമായ ചില വ്യക്തി പ്രശ്നങ്ങളാണ് ഒരു മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷിക്ക് മണിക്കൂറുകളോളം ജനങ്ങളോട് സംസാരിക്കാനുള്ളത്. അത്തരം ചർച്ചകളൊക്കെ അവശേഷിപ്പിക്കാതെ, അത്തരം ചർച്ചകൾ ഉപേക്ഷിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ ശക്തമായ തിരിച്ചടി മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ നേരിടേണ്ടി വരും എന്നാണ് ഇത്തരം അജണ്ടകളിലൂടെ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളോട് കേവലമായ പാർട്ടി പൊളിറ്റിക്സ് എന്ന ചില തന്ത്രങ്ങൾ മാത്രം എടുക്കുകയും ചില പ്രത്യേക ചില സ്ട്രാറ്റജികളിലൂടെ അധികാരം നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യാമെന്ന ധാരണ ഈ ഉദ്ബുദ്ധമായ ജനത തിരുത്താൻ പോകുന്നു. അത്തരം ധാരണ തിരുത്തുന്നതിന് ബുദ്ധിപരമായും അതുപോലെ തന്നെ പ്രവൃത്തികളിലൂടെ, ആക്ടിവിസത്തിലൂടെ, പോരാട്ടങ്ങളിലൂടെ ജനസമൂഹത്തിന് മുന്നിൽ അതിന് നേതൃത്വം നൽകുകയും ചെയ്യും സോൾഡാറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മലബാറിനോടുള്ള ഭരണകൂടങ്ങളുടെ വിവേചനത്തിനെതിരെ സോളിഡാരിറ്റിയുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നുവെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എങ്കിലും ഈ വിഷയത്തിൽ സോളിഡാരിറ്റി നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും നീതി ലഭ്യമാകണമെന്നും എല്ലാവരോടും സമത്വപൂർണമായ പെരുമാറ്റം ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി. അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റി ഈ വിഷയത്തിൽ മലബാറിനോടുള്ള വിവേചനത്തിനെതിരെ നടത്തുന്ന സമരപരിപാടികളിൽ പരിപൂർണമായ പിന്തുണയും ഐക്യദാർഢ്യവും PDPയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. മലബാർ സ്വാതന്ത്ര്യപ്രവയ്ക്ക് ശേഷം കേരളത്തിൽ നിലവിൽ വന്ന ഒരു ഗവൺമെന്റുകളും മലബാറിനോട് നീതി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം. എല്ലാ രംഗത്തും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും മലബാറിനോടുള്ള അവഗണന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മലബാർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വേദനാജനകമായ ഒരവസ്ഥയിലാണ് മലബാറിലെ വിദ്യാർത്ഥികളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ പല ജില്ലകളിലും ആവശ്യത്തിലധികം സീറ്റുകൾ ഉണ്ടാവുകയും +2നും ഡിഗ്രിക്കും മറ്റും ആവശ്യത്തിലധികം സീറ്റുകൾ ഉണ്ടാവുകയും അവിടെ പഠിക്കുന്നതിന് ആ സീറ്റുകൾ നേടി പഠിക്കുന്നതിനാവശ്യമായ വിദ്യാർത്ഥികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മലബാറിൽ SSLC പാസ്സായ
കുട്ടികളും അതുപോലെ +2 പാസ്സാകാനുള്ള സാഹചര്യം കിട്ടിയ കുട്ടികളുമൊക്കെ 10,000-കണക്കിന് കുട്ടികൾ പഠിക്കാൻ അവസരമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് മലബാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകൾക്ക് വേണ്ടി ആകെ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ്. ഗൗരവമായി പറയാവുന്ന ഒരു ചികിത്സാ കേന്ദ്രം. പക്ഷേ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും അധികം അവഗണന നേരിടുന്ന മെഡിക്കൽ കോളേജാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഇത്രയും ജില്ലകളിലെ സാധാരണക്കാരായ രോഗികൾ സമീപിക്കുന്ന വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പല ചികിത്സയ്ക്കും ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ദുരവസ്ഥയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരിടുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുമൊക്കെ ഈ ജില്ലകളിൽ ധാരാളമുണ്ടെങ്കിലും ജില്ലകളിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ആശുപത്രികളെ ഒന്നും സമീപിക്കാനുള്ള സൗഭാഗ്യമില്ലാത്തവരാണ്. അവർക്ക് കഠിനമായ രോഗങ്ങൾ ബാധിക്കുമ്പോൾ ഗവൺമെന്റ് ആശുപത്രികളെ, മെഡിക്കൽ കോളേജുകളെ ഒക്കെയാണ് രോഗികൾ സമീപിക്കുന്നത്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടുത്ത സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മേൽക്കൂരയുടെ ഭാഗം ഇടിഞ്ഞു വീണതായിട്ടും മറ്റൊരിക്കൽ ഒരു രോഗി മേൽക്കൂരയുടെ ഭാഗം ഇടിഞ്ഞു വീണ് രോഗിക്ക് പരിക്ക് പറ്റിയതായിട്ടുമൊക്കെ പത്രങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും കോട്ടയം മെഡിക്കൽ കോളേജിനും ആലപ്പുഴ മെഡിക്കൽ കോളേജിനും നൽകുന്ന ശ്രദ്ധയും പരിഗണനയും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ ഓരോ രംഗങ്ങളും പരിശോധിച്ചാൽ റെയിൽവേ, ഞാൻ എൻ്റെ പല പ്രഭാഷണങ്ങളിലും വളരെ ഗൗരവമായി പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്നുവരെ ഷൊർണൂരിൽ നിന്ന് മംഗലാപുരം വരെയുള്ള റെയിൽവേ പാതകളിൽ 1 ഇഞ്ച് പോലും പാത വർദ്ധിപ്പിക്കുകയോ ഈ റെയിൽവേ ലൈനുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ആവശ്യമായ റെയിൽവേ ജംഗ്ഷനുകൾ ഏർപ്പെടുത്തുകയോ, ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉള്ള റെയിൽപാത പരിശോധിച്ചാൽ അവിടെ ആവശ്യത്തിന് നിരവധി റെയിൽവേ ജംഗ്ഷനുകളുണ്ട്. ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരേക്കുള്ള, സേലത്തേക്കുള്ള റെയിൽവേ ലൈൻ പരിശോധിച്ചാൽ അതിനിടയിലും നിരവധി റെയിൽവേ ജംഗ്ഷനുകളുണ്ട്. എന്നാൽ ഇന്നുവരെ ഈ ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള റെയിൽപാതയിൽ കടന്നുപോകുന്ന ഭാഗത്ത് ഒരു റെയിൽവേ ജംഗ്ഷൻ എങ്കിലും ഉണ്ടാവുകയോ ഒരു പുതിയ ട്രെയിൻ സർവീസ് എങ്കിലും ആരംഭിക്കുന്ന സാഹചര്യം, പുതിയൊരു റൂട്ട് ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. വയനാട് ജില്ലയിൽ നിന്ന് കടന്നുപോയാൽ വളരെ അധികം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന നഞ്ചങ്കോട് റെയിൽപാത സോളിഡാരിറ്റി ആ വിഷയത്തിൽ വളരെ ശക്തമായ ജനശ്രദ്ധ ആകർഷിക്കുന്ന പല കാര്യങ്ങളും ആ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ നഞ്ചങ്കോട് റെയിൽപാത നടപ്പിലാക്കുന്നതിന് വേണ്ടി അത് ആ റെയിൽപാത എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നീക്കങ്ങളും ഉണ്ടാകുന്നില്ല. മലബാറിൽ നിന്നുള്ള MP-മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകക്ഷിയായി കോൺഗ്രസ് ഇരിക്കുമ്പോഴൊക്കെ മലബാറിൽ നിന്ന് കോൺഗ്രസിന് MP-മാരുണ്ട്, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് MP-മാരുണ്ടായിട്ടുണ്ട്. അതുപോലെ ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് MP-മാരുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്. പക്ഷേ മലബാറിന്റെ ഈ റെയിൽവേ രംഗത്തുള്ള അവഗണന പരിഹരിക്കുന്നതിന്, അവഗണന എന്ന വാക്കിനേക്കാൾ എനിക്ക് തോന്നുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും മലബാറിനോട് കാണിക്കുന്ന വിവേചനം എന്ന വാക്കാണ് കൂടുതൽ യോജിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മലബാറിനോടുള്ള ഈ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു ശ്രമങ്ങളും ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് സോളിഡാരിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി സമരരംഗത്തും ജനശ്രദ്ധ ആകർഷിക്കുന്ന വിവിധ പരിപാടികളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മലബാറിലെ ജനങ്ങൾ നേരിടുന്ന ഈ വിവേചനത്തിനെതിരെ ഒരു രാഷ്ട്രീയത്തിനും
മതത്തിനുമൊക്കെ അതീതമായ ഒരു കൂട്ടായ്മ. പൊതുവെ ഞങ്ങൾ തിരുവനന്തപുരത്ത് PDP മലബാറിനോടുള്ള വിവേചനത്തിനെതിരെ ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ കേരളത്തിലെ ഒരു പ്രമുഖ സാമുദായിക പാർട്ടിയുടെ പ്രതിനിധിയെ, മുസ്ലിം സമുദായത്തിൻ്റെതല്ലാത്ത ഒരു പ്രതിനിധിയെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം താല്പര്യപൂർവ്വം നടത്തുന്ന ഈ സമരങ്ങളോട് ആ സമരങ്ങളിൽ വന്ന് പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മലബാറിലെ വിഷയം ഒരു മുസ്ലിം പ്രശ്നമായിട്ട് ചിലരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം. മലബാറിന്റെ വിഷയം അങ്ങനെ ഒരു മുസ്ലിം പ്രശ്നമായി കാണേണ്ട കാര്യമല്ല. മലബാറിൽ മുസ്ലിങ്ങൾ മാത്രമല്ല താമസിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിലൊന്നാണ് വയനാട് ജില്ല. അതുപോലെ തന്നെ മലബാറിലെ കാസർഗോഡ് ജില്ലയിലെ 10,000-കണക്കിന് ദലിതുകൾ ഈ അടുത്ത സമയത്ത് ചില ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ കടക്കാൻ കഴിയാത്ത, ഇപ്പോഴും പൊതു പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ കഴിയാത്ത, ഇപ്പോഴും ഹോട്ടലുകളിൽ പോയാൽ സ്റ്റീൽ ഗ്ലാസിൽ ചായ കിട്ടാത്ത വിഭാഗം ആളുകൾ ഇപ്പോഴും കാസർഗോഡ് ജില്ലയിലുണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലുകൾ പ്രക്ഷേപണം ചെയ്തത് കാണാൻ കഴിയുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആദിവാസികളും ദലിതുകളും തീയ സമുദായത്തിൽപ്പെട്ടവരും മറ്റ് എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവരും മലബാറിൽ ധാരാളമായി ഉണ്ട്. ഇവരുടെ ഒക്കെ പ്രശ്നങ്ങളാണ് മലബാറിന്റെ പ്രശ്നം. മലബാറിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ പ്രശ്നമല്ല. അതുകൊണ്ട് മലബാറിന്റെ കാര്യം മലബാറിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനും മതത്തിനും സംഘടനകൾക്കും ഒക്കെ അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് മലബാറിനോടുള്ള ഭരണകൂടങ്ങളുടെ വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായി സമരരംഗത്തിറങ്ങുകയും മലബാറിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ യഥാർത്ഥത്തിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ചില ചെറിയ ചെറിയ കാര്യങ്ങൾ, ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കുറച്ച് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ ഉപയോഗിച്ച് കണ്ടം വെച്ച ബസ്സുകളാണ് പലപ്പോഴും മലബാറിന് ഉപയോഗിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് വകുപ്പ് കൊടുക്കാറുള്ളത്. ഈ അവസ്ഥയിൽ വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കുന്ന മലബാറിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരം സമരങ്ങളും മറ്റും ഉയർന്നതിന് ശേഷം ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ഉയർന്നതിന് ശേഷം ചില ട്രാൻസ്പോർട്ട് കുറച്ചുകൂടി യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചില ഭാഗങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെ അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിലത് അടുത്ത സമയത്ത് ഹൈക്കോടതി ചില പ്രത്യേക കാരണങ്ങളാൽ സ്റ്റേ ചെയ്തു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചുരുക്കത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ ചെറിയ ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ സുള്ളിയ എന്ന് ആണെന്ന് തോന്നുന്നു സ്ഥലപ്പേര്, ആ സ്ഥലത്ത് ഒരു പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ പദ്ധതി AK ആന്റണിയുടെ വകുപ്പിൽ നിന്നും വിമാനത്തോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള വിമാനത്തിൽ ഉപയോഗിക്കേണ്ട സുപ്രധാനമായ ചില യന്ത്ര സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു വലിയ ഫാക്ടറി കാസർഗോഡ് ജില്ലയുടെ അങ്ങേയറ്റത്ത് വരാൻ പോകുന്നു എന്നുള്ളതും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്നും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്ഥാപനമാണെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില ചെറിയ നീക്കങ്ങൾ നമ്മളെ ഈ ഒരു മലബാറിലെ വിവിധ സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള PDP ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും കാരണം ഒരു വലിയ കൊടുങ്കാറ്റ് ഉയർത്തിവിടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറിയ ഒരു ചലനം സൃഷ്ടിക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കൂടുതൽ ശക്തമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ച് മലബാറിന്റെ പ്രശ്നത്തിന് വേണ്ടി ശക്തമായി മുന്നേറാൻ സോളിഡാരിറ്റിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ അടുത്ത സമയത്ത് ചെങ്ങറ പ്രശ്നം ഉൾപ്പെടെ ഉള്ള നിരവധി കാര്യങ്ങളിൽ മാനുഷിക പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, പിന്നെ മനുഷ്യ സമൂഹങ്ങളോട് നേരിടേണ്ടി വരുന്ന വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ സോളിഡാരിറ്റി എടുത്തിട്ടുള്ള സമീപനങ്ങൾ തികച്ചും സ്വാഗതാർഹമാണ്. സോളിഡാരിറ്റിയുടെ ഈ മുന്നേറ്റത്തിന് വ്യക്തിപരമായ എന്റെയും എന്റെ പ്രസ്ഥാനമായ PDPയുടെയും എല്ലാ പിന്തുണയും അറിയിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.